നമസ്കാരം, എല്ലാവർക്കും ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കില്ലല്ലോ. മാതാപിതാക്കൾ വാങ്ങിയ വസ്തുവിൽ മക്കൾക്ക് അവകാശമുണ്ടോ? ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് വാങ്ങിയ വസ്തുവാണിത്. വിലയാധാരത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് മാത്രമാണ് ഉള്ളത്. ഭർത്താവ് മരണപ്പെട്ടു. ഈ വസ്തുവിൽ മക്കൾക്കും അവകാശമുണ്ടോ? എന്നെ ഇപ്പോൾ മക്കൾ നോക്കുന്നില്ല. ഹിന്ദു മതത്തിൽപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടേത്. നിയമപ്രകാരം എനിക്ക് ഈ വസ്തുവിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യുവാൻ ലൈസൻസ് എടുക്കാൻ മക്കൾ സമ്മതിക്കേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവാണ് ഇനി പറയാൻ പോകുന്നത്. ഹിന്ദു മതത്തിൽപ്പെട്ടവരായതിനാൽ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമമാണ് ഇവിടെ ബാധകം. താങ്കളും ഭർത്താവും ചേർത്ത് വാങ്ങിയ വസ്തുവിനെ സംബന്ധിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പകുതി ഓഹരി അവകാശത്തെ സംബന്ധിച്ച് ഭർത്താവ് വല്ല കരണങ്ങളും വിൽപത്രം, ധനനിശ്ചയാധാരം, ഇഷ്ടദാനം മുതലായവ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം ഭർത്താവിൻ്റെ പകുതി ഓഹരി അവകാശം ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ്. ഭാര്യയ്ക്കുള്ള അവശേഷിക്കുന്ന നേർപകുതി അവകാശത്തിൽ മക്കൾക്ക് ഒരവകാശവും ഇപ്പോഴില്ല. അത് യഥേഷ്ടം ഉപയോഗിക്കാനും വിൽക്കുവാനും ഭാര്യയ്ക്ക് അവകാശം ഉണ്ട്. എന്നാൽ ഭർത്താവിൻ്റെ നേർപകുതി അവകാശത്തിന് മേൽ സൂചിപ്പിച്ച കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ നിയമപരമായ അവകാശങ്ങൾക്കും വസ്തുവിൽ അവകാശം സിദ്ധിക്കും. അതായത് ഭർത്താവിൻ്റെ ഓഹരി അവകാശത്തിൽ താങ്കളെ കൂടാതെ മക്കൾക്കും അവകാശം ഉണ്ടായിരിക്കും. വസ്തു കൂട്ടായി തരംതിരിയാതെ കിടക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട സിവിൽ കോടതിയെ സമീപിച്ച് അവകാശപ്പെട്ട ഓഹരി അവകാശം ഭാഗം ചെയ്ത് എടുക്കാവുന്നതാണ്. കുടുംബനാഥൻ മരിച്ചതിനാൽ പോക്കുവരവിനായി വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ജീവനാംശവും സംരക്ഷണവും എന്ന നിയമപ്രകാരം ബന്ധപ്പെട്ട RDO ട്രൈബ്യൂണലിൽ പരാതി ബോധിപ്പിച്ച് പരിഹാരം തേടാവുന്നതാണ്. കൂടാതെ കുടുംബ കോടതിയിലും ഹർജി നൽകാം. ഭാഗം തിരിയാതെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ട വസ്തുവിൽ കച്ചവടം ചെയ്യുവാൻ ലൈസൻസ് എടുക്കുവാൻ മക്കൾക്ക് കൂടി രേഖാമൂലമുള്ള സമ്മതം നിയമപരമായി ആവശ്യമാണ്. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.